പ്രൈസ് ലോർഡ്. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകലിൽ നിങ്ങളോടുകൂടെ ദൈവസ്ഥലായിരിക്കാനായിട്ട് ദൈവം ഒരവസരം നൽകിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദേവദാസൻ ഏറിയ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കാണുവാനായിട്ടിടയായി. ഞാനും ബാബുക്കുട്ടിയും ഒരു സ്കൂളിൽ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാണ്, ഒരു ദേശനിവാസികളും. ഈ രാജ്യത്ത് വെച്ച് അദ്ദേഹത്തെ കാണാൻ അവസരമുണ്ടായി. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഞാൻ കൃത്യസമയത്ത് നിർത്തുമായിരുന്നു. സമയം നോക്കണ്ട, എനിക്ക് കൃത്യസമയം നോക്കാൻ അറിയുന്ന നല്ല ബ്രേക്കുള്ള വണ്ടിയാണ്. പ്രൈസ് ലോർഡ്. പ്രാർത്ഥിച്ച് ദൈവത്തിലിരിക്കുക. ഞാനും ഇദ്ദേഹത്തെ പോലെ ഒരു ഭൗതിക ജോലിയോടുള്ള ബന്ധത്തിൽ ഞാനും എൻ്റെ കുടുംബവും ആയിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചപ്പോൾ ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കാലത്തുനിന്ന് കർത്താവിനെ സുവിശേഷ വേലയ്ക്കായി പൂർണ്ണസമയം മാറ്റിക്കിട്ടണം എന്ന ദൈവശബ്ദം ഉണ്ടായി. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയണം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ വളരെ വലുതായിരുന്നു. കഷ്ടതകളുടെ നെല്ലിപ്പണി കണ്ട സാഹചര്യത്തിൽ കാലത്തൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ സൗകര്യം കാണുമായിരുന്നായിരിക്കും, എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടും പട്ടിണിയും പ്രയാസവും ദാരിദ്ര്യവും ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ കൂടെയാണ് ആ കാലഘട്ടത്തിലൊക്കെ കടന്നുപോയിക്കൊണ്ടത്. അതുകൊണ്ട് സുവിശേഷം വേലയ്ക്ക് ഇറങ്ങണം എന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കുടുംബത്തെ നോക്കണം എന്നുള്ളതുകൊണ്ട് ആ മേഖലയിൽ മുന്നോട്ട് പോകാതെ മുന്നോട്ട് കുറേ ഓടി ജോലിയൊക്കെ ചെയ്തുകൊണ്ട് കുടുംബത്തെ രക്ഷിക്കാൻ നോക്കി. വൈഫിന് എനിക്ക് നേരത്തെ വിവാഹിതനായി. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം തന്നു. ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ജോലിയുടെ കൂടെ നിന്നെങ്കിലും ദൈവശബ്ദമുണ്ടായപ്പോൾ അനുസരണക്കേട് കാണിച്ച് നടന്ന് ഒത്തിരി വഴികളിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ 37 വർഷമായി കർത്താവിന് വേല പൂർണ്ണസമയം ചെയ്യുവാൻ, ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുവാൻ, നേപ്പാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നാമം നിൽക്കുവാനും ദൈവസഭകൾ സ്ഥാപിക്കപ്പെടാനും ഒക്കെ ദൈവം അവസരം നൽകി. ഞാൻ 88 ഒരു ആക്സിഡൻറ്റിൽ അഹമ്മദാബാദ് മെഡിക്കൽ കോളേജിൽ 40 ദിവസം ബോധമില്ല കിടന്ന ഒരാളാണ്. തലയുടെ 4 ഞരമ്പുകൾ മുറിഞ്ഞു പോയിട്ട് തലച്ചോറ് ക്ഷതം പറ്റി ഒരിക്കലും ജീവിച്ചിരിക്കില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു തള്ളിയ ഒരാളാണ് ഞാൻ. ചെവിക്കകത്ത് കൂടെ ബ്ലഡ് ഒഴുകി ബോധമില്ലാതെ റോഡിൽ കിടന്നപ്പോൾ ആരൊക്കെയോ എന്നെ എടുത്ത് ഇയാളെ അറിയാമെന്ന് ചോദിച്ച് കൊണ്ടു നടന്ന ഒരാളാണ്. അങ്ങനെ ഒരു തമിഴ്നാട്ടുകാരനായ ഒരു മനുഷ്യൻ എന്നെ തിരിച്ചറിഞ്ഞ് അവിടുന്ന് മലയാളികളായ എൻ്റെ നാട്ടുകാരെ ആൾക്കാരെയൊക്കെ വിളിച്ച് അവിടുത്തെ ഒരു ക്ലിനിക്കിൽ കൊണ്ടുവന്നപ്പോൾ ഇയാൾ മരിച്ചു പോകും, മോർച്ചറി ഇവിടെ ഇല്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞങ്ങനെ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. 25 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഭ്രാന്തനെ പോലെ സംസാരിച്ചു. സുബോധമില്ലാത്തവനായി എന്നെ ഒരു ഇരുമ്പ് കട്ടിലിൽ കാലും കൈയും കെട്ടിയിട്ട് ഞാൻ വലിയ ബഹളം വെച്ച് വണ്ണവരെയൊക്കെ ഉപദ്രവിച്ച ഒരു മനുഷ്യനായിരുന്നു. വൈദ്യശാസ്ത്രം പറഞ്ഞു ഇയാൾ മരിക്കാൻ താമസിക്കും, മരിക്കുന്ന ദിവസം വരെ ഇയാൾ ഭ്രാന്തനായിരിക്കും, തലച്ചോറൊരിക്കലും തിരിച്ചു വരികയോ ബുദ്ധിയോ ഓർമ്മയും തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. 40ാമത്തെ ദിവസം ദൈവം എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, എഴുന്നേൽക്കുക, ഞാൻ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ എന്നെ മഹത്വമുള്ള സാക്ഷ്യം വഹിപ്പാൻ എന്നെ തിരഞ്ഞെടുത്തൊരു പാത്രമാണെന്നുള്ള ദൈവശബ്ദമുണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഭൗതിക ജോലി റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ദൈവം എന്നോട് സംസാരിച്ച വാക്കിനെ അനുസരിച്ച് ഇറങ്ങി തിരിച്ചു. നേരം വെളുത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞ് സൗഖ്യമായി എന്നെ വീട്ടിൽ വിടണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു എല്ലാ ഭ്രാന്തന്മാരും വരുമ്പോൾ ഇതൊക്കെ തന്നെ എന്നോട് പറയുന്നത്, എനിക്ക് ഭ്രാന്തില്ല, സൗഖ്യമായി എന്നെ വീട്ടിൽ വിടണമെന്ന് പറഞ്ഞു. ഇതുവരെയും വിട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കുറേ ദിവസം കൂടെ അവിടെ കിടന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം എന്നെ ഡിസ്ചാർജ് ചെയ്തു. 6 വർഷം തുടർച്ചയായി മരുന്ന് കഴിക്കുകയും 6 മാസത്തെ മരുന്ന് വാങ്ങിക്കൊണ്ടുവരികയും എല്ലാ ദിവസവും OP ചെന്ന് ഡോക്ടറെ കാണുകയും ചെയ്യണമെന്നുള്ള എഗ്രിമെൻറ്റിൽ എന്നെ പറഞ്ഞു വിട്ടു. എൻ്റെ ഭാര്യ രാവിലെ വീട്ടിൽ ജോലിക്ക് പോയി. ഉച്ചയായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, എനിക്ക് ഭാഗിക വിടുതൽ എന്നൊരു വിടുതലില്ല, എൻ്റെ വിടുതൽ സമ്പൂർണ്ണമാണ്. അതുകൊണ്ട് ഞാൻ വിടുവിച്ചതിൻ്റെ മുകളിൽ ഇനി നിനക്ക് ഭ്രാന്ത് വരുമെന്നോ ഓർമ്മ കുറയുമെന്നോ ഉറക്കം കുറയുമെന്നോ തലവേദന വരുമെന്നോ പറഞ്ഞ് വൈദ്യശാസ്ത്രം പറഞ്ഞ മരുന്ന് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ അഹമ്മദാബാദിൽ ഞാൻ താമസിക്കുന്ന ഹൗസിംഗ് കോളനിയുടെ പുറകിൽ കൂടെ വേസ്റ്റ് വാട്ടർ ഒഴുകുന്നിടത്തേക്ക് എൻ്റെ ഗുളികളെല്ലാം വാരി എറിഞ്ഞു. എൻ്റെ ഭാര്യ വൈകിട്ട് വന്നു, ജോലി കഴിഞ്ഞ് വന്ന് ഗുളികയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഗുളികയൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ സൗഖ്യമാക്കി ദൈവം എന്നോട് സംസാരിച്ചു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഞങ്ങളുടെ സവേല അച്ഛനെ വിളിച്ച് പറഞ്ഞു, മോനച്ചാന പഴയ അസുഖം തുടങ്ങിയെന്നാണ് തോന്നുന്നത്, ഗുളികയെല്ലാം വാരി എറിഞ്ഞ് ഞങ്ങൾക്ക് എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. കൈതക്കൊല്ലം ജോളിച്ചായും പറഞ്ഞു, മോളെ അംബാസഡർക്കാർ മുറ്റത്ത് കിടപ്പുണ്ട്, അവൻ രാത്രി കൂടുവാണെങ്കിൽ അറിയിക്കണം, നമ്മൾ കൊണ്ടുപോയി മഴ ആശുപത്രിയിലാക്കാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി അവൾ കാവലിരുന്ന് ഞാൻ ഇന്നുവരെ ഉറങ്ങുക, ഉറങ്ങാൻ നേരമില്ലെന്നുള്ളേ ഉള്ളൂ.
അവൻ 37 വർഷമായി ഇന്ന് വരെ നെറ്റിയിൽ വിക്സ് പുരട്ടുകയോ അവൻ ഓർമ്മ കുറവിനോ മരുന്ന് കഴിക്കുകയോ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ട്, എനിക്ക് ഇച്ചിരി ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ട്, എനിക്ക് ഇച്ചിരി ഉണ്ട്, ആ നിലയിലാണ്. അതുകൊണ്ട് സൗഖ്യമാക്കുന്ന ഒരു കർത്താവിനെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുക എന്ന ഒരു ഭാഗം. ഞാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കൂട്ടായ്മ കൊണ്ടുവന്ന വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഷർജയിലോ മറ്റോ ആയിരുന്നെങ്കിൽ 2-3 മീറ്റിങ്ങിന് പോകാമായിരുന്നു. എന്നാൽ എനിക്ക് ഇദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്നലെ രാത്രിയിൽ അലയിലായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്ന് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന് നാളെ നാട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവസ്ഥലായിരിക്കും. ഒരു വാക്യം വേഗത്തിൽ വായിച്ച് പെട്ടെന്ന് അതിൻ്റെ ഏൽപ്പിച്ച സമയപരിധിക്കകത്ത് നിർത്തും. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ആ 3 ജാതികൾ എഴുന്നേറ്റ് യഹോശാഫാത്ത് എന്ന് പറയുന്ന യഹൂദ രാജാവായിരിക്കുന്ന യഹോശാഫാത്തിന് നേരെ ഒരു യുദ്ധത്തിന് വേണ്ടി വന്നു എന്നാണ് നമ്മളിവിടെ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. അഭിഷിക്തന്മാർക്കെതിരെ പ്രതികൂലങ്ങളുണ്ടാകും, അഭിഷേകത്തിനെതിരെ വെല്ലുവിളികളുണ്ടാകും. അഭിഷിക്തന്മാർക്ക് യുദ്ധങ്ങളുണ്ട്, അഭിഷിക്തന്മാർക്ക് പോരാട്ടങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരാത്മീയന് വെല്ലുവിളികളുണ്ട്, ഒരാത്മീയന് പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ആഞ്ഞടിക്കും. പ്രൈസ് ദി ലോർഡ്. 3 ജാതികൾ എഴുന്നേറ്റ് അവൻ യഹൂദ രാജാവായിരിക്കുന്ന യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വരുമ്പോൾ ദൈവസന്നിധിയിൽ അവൻ ഭയപ്പെട്ട് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു എന്നാണ് ഇവിടെ വായിച്ചത്. 10 ലക്ഷം സൈന്യമുള്ള യഹോശാഫാത്ത് അവൻ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ സൈന്യത്തെ എണ്ണി നോക്കുകയല്ല താൻ ചെയ്തത്, പിന്നെയോ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം. ദാവീദിന് എത്ര അഭിഷേകം ഉണ്ടെന്നറിയാമോ? ദാവീദിന് എത്ര അഭിഷേകമുണ്ട്? ദാവീദിന് എത്ര അഭിഷേകം? ഞാനാ മുഖത്ത് എന്നാലും അച്ഛനെ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് 3 അഭിഷേകം ഉണ്ട്. 1-ാം അഭിഷേകം ശൗബേലിന് എത്ര അഭിഷേകമുണ്ട്? ശൗബേലിന് 3 അഭിഷേകമുണ്ട്. പുരോഹിതൻ, പ്രവാചകൻ, ന്യായാധിപൻ എന്ന 3 അഭിഷേകമുള്ള ശൗബേൽ ഒരിക്കൽ ദുഃഖിതനായി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വന്നിട്ട് ശൗമേലിൽ ചോദിച്ചു, ശൗമേലെ നീ എന്തിനാ ദുഃഖിക്കുന്നേ? ദൈവഗീതമില്ലാതെ ഞാൻ തള്ളിക്കളഞ്ഞതിനെ നോക്കിക്കൊണ്ട് ഞാൻ ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് ശൗലിനെ തള്ളി എന്നറിഞ്ഞിരിക്കെ നീ എത്രത്തോളം അവനെ ഓർത്ത് ദുഃഖിക്കും? ആരാ? ശൗമേൽ. ശൗമേലിന് 3 അഭിഷേകമാണ്. ശൗമേലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ദാസനായ ശൗമേലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അറിയാമോ സാറേ? ദൈവത്തിൻ്റെ ദാസൻ ശൗമേലിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിൽ വിളക്ക് കെടുന്നതിന് മുമ്പ് പെട്ടകത്തിനടുക്കൽ പോയി കിടക്കുമായിരുന്നു. വായിച്ചിട്ടുണ്ടോ? എന്തിനാ ഈ മനുഷ്യൻ പെട്ടകത്തിൻ്റെ അടുക്കൽ വിളക്ക് കിടന്നതിന് മുമ്പ് പോയി കിടന്നെന്നറിയാമോ? എവിടെ കിടന്നാലും ദൈവശബ്ദം കേൾക്കത്തില്ലേ? ദൈവശബ്ദം കേൾക്കാനല്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. 2-3 മണിക്കൂർ ഞാൻ ഇന്നലെ രാത്രി വെളുപ്പാങ്കാലം വരെ പ്രസംഗിച്ചു വരിക. ഇന്ന് രാത്രി ഒരു നൈറ്റ് പ്രയറിന് മൊത്തം സമയം പ്രസംഗിച്ച് നാളെ എയർപോർട്ടിൽ കൊണ്ട് അവർ വിടുക. മനസ്സിലാകുന്നത്? ഇത് എന്നാൽ പിന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക സമയം. പക്ഷേ എനിക്കറിയാം, കറക്റ്റ് അറിയാം. യഹൂദന്, ഇസ്രായേലിന്, ലേവ്യനൊരു തലമുറയുണ്ടായാൽ പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയല്ല ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം മുലകുടി മാറുന്ന പ്രായം എന്ന കാലഘട്ടത്തിലാണ് കിടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു സന്തതി ജനിച്ച് 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം മുലകുടി മാറുന്ന പ്രായമാണ്. മുലകുടി മാറുന്ന പ്രായത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ അവനെ പ്രതിഷ്ഠിക്കുവാൻ, സമർപ്പിക്കുവാനായി കൊണ്ടുവരുമ്പോൾ കുറുപ്രാവിനെയോ കാളക്കുട്ടിയുമായോ കുഞ്ഞാടുകളുമായോ നീ ദൈവത്തിൻ്റെ ആലയത്തിൽ വരുമ്പോൾ ആ തലമുറ ന്യായപ്രമാണം പഠിച്ചിരിക്കണം. പ്രാർത്ഥിച്ചു വാങ്ങിയ ഹന്ന നേർച്ച നേർന്ന് വാങ്ങിയ തലമുറയുമായി ദൈവത്തിൻ്റെ ആലയത്തിനകത്തേക്ക് അവനെ കൊണ്ടുവരുമ്പോൾ അവനോട് പറഞ്ഞു, കുഞ്ഞെ, ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് വിളക്ക് കെടരുത് എന്ന ഒരു ന്യായപ്രമാണം സഭയ്ക്കുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിൽ വിളക്ക് കെടരുത്, അത് നിത്യം കത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ അതെങ്ങനെ കത്തുന്നേ? എണ്ണ ഒഴിച്ച എന്താ എണ്ണ ഒഴിച്ച? ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് എവിടുന്നാ കൊണ്ടേ?
ഉദ്ദേശി ബാബുക്കുട്ടി കൊണ്ടുവരികയാണോ? ആണോ? ബാബുക്കുട്ടി കൊണ്ടുവന്ന് ഒഴിക്കുകയാണോ? അല്ല, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. നിങ്ങൾ ഓരോരുത്തൻ പ്രാർത്ഥിച്ച് ദൈവസനിരുന്ന് ഇടിച്ചെടുത്തത് കൊണ്ട് പോരല്ലേ, അത് തെളിക്കണം. എല്ലാം കൂടെ കൊണ്ട് ഇതിനകത്ത് ഒഴിച്ചാൽ ഇത് കത്തത്തില്ല. ഇത് ഇടിച്ചെടുത്ത് തെളിച്ചെടുത്ത് ദൈവത്തിൻ്റെ ആലയത്തിൽ ഓരോരുത്തൻ കൊണ്ടുവന്ന് ഒഴിക്കണം. ഒരുത്തൻ പ്രബോധനമുണ്ട്, ഒരുത്തൻ പാട്ട് പാടും, കീബോർഡ് പാട്ട് പാടും, നമ്മൾ അന്യഭാഷ പറയണം. ഈ സാധനത്തിന് അന്യഭാഷയൊക്കെ അറിയാവുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഇത് ഭയങ്കര സിസ്റ്റമാണ് സാഹിബ് കണ്ടുപിടിച്ചേക്കുന്നത്. നമ്മൾ അന്യഭാഷ പറയണം, നമ്മൾ ആരാധിക്കണം, അവർ പാട്ട് പാടണം. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ശുശ്രൂഷ ദൈവമക്കളായ നമ്മൾ ഒന്നിച്ച് ചെയ്യണം. ഓരോരുത്തരെ ഏൽപ്പിച്ച ശുശ്രൂഷ പ്രാർത്ഥിക്കാനാണെങ്കിൽ, പാടാനാണെങ്കിൽ, അന്യഭാഷ പറയാനാണെങ്കിൽ, ഓരോരുത്തരും പ്രബോധിപ്പിക്കാനാണെങ്കിൽ ഓരോരുത്തരും കൊണ്ടുവന്ന് ആ വിളക്കിനകത്തെ ഒഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിനകത്തെ വിളക്ക് നിത്യം കത്തിക്കൊണ്ടിരിക്കും. ഏലിയുടെ തലമുറ വന്നപ്പോൾ, ഏലിയുടെ കാലഘട്ടം വന്നവൻ ദേവാലയത്തിനകത്ത് വിളക്ക് കെടുത്താൻ തീരുമാനിച്ചു. ദേവാലയത്തിൽ പലയിടത്തും വിളക്ക് കെട്ട് കിടക്കുക കേട്ടോ. നിങ്ങൾ പോകുന്നതിനേക്കാൾ കൂടുതൽ യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും. പ്രീസലോ. അതിനിപ്പം നമ്മുടെ നാട്ടിൽ പെന്തിക്കോസ്തുകാർ പറഞ്ഞ കോവിഡ് എന്നാ. സാറേ, പണ്ടൊക്കെ ഞങ്ങൾക്ക് എന്തോ കത്തലാന്നറിയാമോ, എന്തുമാത്രം എണ്ണ ഒഴിച്ചാ ആലയങ്ങളും വിളക്കുവാരെന്നറിയാമോ. ഇപ്പം കോവിഡ് വന്നേ പിന്നെ ഇതെല്ലാം അങ്ങ് കെട്ടു കേട്ടോ. അത് നേരത്തെ ഉണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നു. പല ദേവാലയങ്ങളിലും വിളക്കിനകത്ത് എണ്ണ തീർന്നു പോയിട്ട് ഇപ്പം അതൊക്കെ നിർത്തി. കോവിഡ് വന്ന് എന്ത് ചെയ്തു? ഞങ്ങളുടെ മൂത്ത മരുമോൻ്റെ കിഡ്നിയും കോവിഡ് കൊണ്ടുപോയി. മൂത്ത ചെറുക്കൻ, എൻ്റെ മൂത്ത മരുമോൻ 2 കിഡ്നിയും ഫെയിലറായി. ചികിത്സിക്കാൻ കാശില്ലാതെ കുറേ വർഷം അവനെ ഒത്തിരിയും പാടുപെട്ടു. അവൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. കടവും ബാധ്യതയും കഷ്ടതയും പ്രതികൂലമൊക്കെ ഒത്തിരി വന്നു. ഒരുപാട് പ്രതിസന്ധി വന്നു. ഇനി ജീവിച്ചിരിക്കണേ 19,000 രൂപ. ഞാൻ ബാബുക്കുട്ടിയോട് രാവിലെ സംസാരിക്കുമായിരുന്നു ഫോണിൽ. 19,000 രൂപ വേണം ഇനി ജീവിച്ചിരിക്കണമെന്ന്. ഒരു വലിയ പ്രതികൂലം ജീവിതത്തിൽ വന്നെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ വിളക്ക് കെടരുത്. പ്രൈസലോ. പ്രതിസന്ധികളുടെ പേര് പറഞ്ഞ് കൃപായുഗത്തിനകത്ത് ആത്മാവിൽ ആരാധിക്കാൻ വിളിക്കപ്പെട്ട ദൈവവൈതലിന് എന്തിനെങ്കിലും മറവ് പറഞ്ഞ് ആരാധന വെളിപ്പെടാതിരിക്കാൻ കഴിയത്തില്ല. ഏലിയുടെ തലമുറയിൽ വിളക്ക് കെടുത്താൻ തീരുമാനിച്ചു. അവന്റെ സന്തതി പച്ചമാംസം തിന്നാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? അന്നേരം അച്ഛനോട് പറഞ്ഞു വിളക്ക് കെടുത്തിയേക്കാൻ. മിണ്ടുന്നില്ല ആൾക്കാരെ. എടാ, തലമുറ വളർന്നപ്പം ന്യായപ്രമാണ പ്രകാരം അവനെ വളർത്താവുന്നത് കൊണ്ട് അവൻ പിള്ളേർ പച്ചമാംസം തിന്നാൻ തുടങ്ങി. യാഗം കഴിക്കാൻ കൊണ്ടുവന്ന അവൻ പച്ചമാംസം അവർ കുത്തിയെടുത്ത് തിന്നാൻ തുടങ്ങിയപ്പം, അവൻ സ്ത്രീകളോട് അപമര്യാദയായിട്ട് ഇടപെടാൻ തുടങ്ങിയപ്പം ദേവാലയത്തിൽ വിളക്ക് കെടുത്താൻ അപ്പനോട് പറഞ്ഞു. ആ ന്യായപ്രമാണ ലംഘനം എന്ന ശാപം അവൻ്റെ തലമേൽ വരാതിരിക്കാൻ അവൻ വിളക്ക് കിടന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പെട്ടകതകൾ പോയി കിടക്കുമായിരുന്നു. മറ്റൊരർത്ഥം, ദൈവത്തിൻ്റെ പെട്ടകത്തെ വിശ്വസ്തയോടെ ചുമന്നാൽ ആ പെട്ടകത്തിനിടയ്ക്ക് നിനക്കൊരു വിശ്രാമം ദൈവം വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ യൗവന പ്രായത്തിൽ യേശുവിനെ പ്രസംഗിക്കാൻ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ദൈവം തന്ന അവസരത്തിന് ഇതിൻ്റെ അവസാനം ഒരു നിത്യതയുണ്ട്. 2400 കിലോമീറ്റർ നീളവും 2400 കിലോമീറ്റർ വീതിയും 2400 കിലോമീറ്റർ ഉയരമുള്ള ഒരു സൗദമാ പുത്തൻ യെരൂശലേം. 1201 നാഴിക. ഒരു നാഴിക 2 കിലോമീറ്ററാണ് കേട്ടോ. 121,70,10,121 ഏക്കർ 97 സെന്റ് സ്ഥലമുണ്ട് പുത്തൻ യെരൂശലേം. 100 കോടി വിശുദ്ധന്മാർ സ്വർഗത്തിലുണ്ടെങ്കിൽ 1 ഏക്കർ 23 സെന്റ് സ്ഥലം കിട്ടും. 21,237.9 കോടി ജനങ്ങൾക്ക് ഒരു സമയം ഒരു നിലയിൽ താമസിക്കാം. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച കണക്കൊക്കെ പഠിച്ച ആളാണ്. അവൻ കണക്ക് പുസ്തകത്തിൽ അങ്ങനെയാ, കണക്ക് അങ്ങനെ അത് കൂട്ടി കുണിച്ച് വരുമ്പോൾ അവർ ഇത് കിട്ടും കേട്ടോ. ചേട്ടാ നോട്ടം കണ്ടോ? നമ്മൾ നിത്യതയിൽ പോകണമെന്ന്, സ്വർഗത്തിൽ പോകണം. ഈ ഭൂമിയിൽ നമുക്കൊരു വിശ്രാമം, ഈ കഷ്ടതയ്ക്കകത്ത് ഒരു നിത്യത നമുക്കുണ്ടെന്ന് നമ്മളെ അതിനുവേണ്ടി വിളിക്കപ്പെട്ടിരിക്കുക. ദൈവസഭ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ച ഈ പട്ടണത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങൾ ഉയർത്തിയ നമുക്ക് അവസാനം ഒരു നിത്യത ദൈവം വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ശൗമേൽ ദൈവസഭയിൽ കരഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, ബേത്ലഹേമിൽ പോ, അവിടെ ഒരു ദാവീദിനെ ഞാൻ എഴുന്നേൽപ്പിക്കും. ദാവീദിന് 3 അഭിഷേകം. 1-ാം അഭിഷേകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 3 അഭിഷേകം പ്രാപിക്കും. എല്ലാ അഭിഷേകവും ശക്തിയോടെ പ്രാപിക്കണം. പൗലുസ് കാരാഗ്രഹത്തിനകത്തെ പാടി ആരാധിച്ചപ്പം ഒരു ഭൂകമ്പം ഉണ്ടായി ഇല്ലേ? ഞാൻ പൗലുസിനോട് ചോദിച്ചു, പൗലുസ് നീ ആരാധിച്ചപ്പോൾ എന്താ ഈ ഭൂകമ്പം ഉണ്ടായേ?
ഞങ്ങൾ തന്നെ പിന്നെ ഒരു അന്യഭാഷ പറയും, അത് ഞങ്ങളുടെ പിള്ളേർ പറയും. വീട്ടിൽ ചെന്ന് അവർ സഭായോഗം നടത്തും. ഞങ്ങളുടെ ഭാഷയൊന്നും മാറുന്നില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ ഭൂകമ്പം ഉണ്ടാകത്തെന്ന് ചോദിച്ചു. പൗലോസ് പറഞ്ഞു, പെന്തക്കോസ്ത് നാളിൽ ഞാനില്ലായിരുന്നു, അന്ന് വന്നത് എന്താണ്? ശക്തിയാണ്. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകാൻ പറഞ്ഞു. പൗലോസ് അന്ന് പെന്തക്കോസ്തുകാരനല്ലാഞ്ഞതുകൊണ്ട് അവൻ ശക്തി പ്രാപിച്ചില്ല. അവനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, 2 കൊരിന്ത്യർ 4:7 അവൻ പറഞ്ഞു, ഈ അത്യന്ത ശക്തി, ശക്തിക്ക് അപ്പുറത്തൊരു അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ അത് പൗലോസ് പ്രാപിച്ചു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് അത് ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാകാൻ കാരണം അവൻ പ്രാപിച്ചത് അത്യന്ത ശക്തിയാണ്. ഇന്ന് പകലിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ, നീ അന്യഭാഷ പറയുമ്പോൾ, നീ പ്രസംഗിക്കുമ്പോൾ കാരാഗ്രഹത്തിന് അടിസ്ഥാനം വിളകണമെങ്കിൽ ഈ ദിവസങ്ങളിൽ അത്യന്ത ശക്തി പ്രാപിക്കണം. വിപ്ലവമല്ല ഉണർവ്. ഞാൻ മൈലപ്ര ഓർത്തഡോക്സ് പള്ളിക്കാരനായിരുന്നു. പുത്തങ്കാവ് വെല്ലുവിളിയിൽ ഞങ്ങളുടെ വല്യപ്പന്മാരെ മൈലപ്ര ഓർത്തഡോക്സ് പള്ളിയിൽ ആരാധിച്ചു. ഞാൻ മൈലപ്ര ബ്രദർ സഭയിലായിരുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ബെന്തിക്കോസിലേക്ക് വന്നേ. അങ്ങനെ മേക്കൊഴുക്കാരനായി മേക്കൊഴു ശാരോൺ സഭയിൽ ആരാധന കൂടി അവിടെ സ്നാനപ്പെട്ടെ. ബ്രദർകാരനായി ദൈവവചനം പഠിച്ചതാ. ദൈവത്തിൻ്റെ പാത വെളിയിരിക്കുമ്പോൾ ഉണർവ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഉണർവ് എന്ന് പറയുന്നത് യെശയ്യാവ് ഒരു ദർശനം കണ്ടില്ലേ? ഏത് വർഷം? ഉസിയാവ് മരിച്ച ആണ്ടിൽ അവൻ ദൈവത്തിൻ്റെ ദാസനായ യെശയ്യാവ് യഹോവയായ ദൈവത്തിൻ്റെ ദർശനം കണ്ടു. ദർശനം കണ്ടപ്പം സഭായോഗത്തിന് വന്ന് പാസ്റ്റർ എന്ന് പ്രസംഗിക്കേണ്ട, ഞാൻ പ്രസംഗിച്ചോളാം, ഇന്നലെ നിങ്ങൾ കാണാത്തൊരു ദർശനം കണ്ടെന്നാണോ പറഞ്ഞേ? അല്ല, അവനെ കാണാൻ പറ്റി. അവൻ പറഞ്ഞു, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അതിലുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു എന്ന് പറയാൻ അവനെ കാണാൻ കഴിഞ്ഞതാ ഉണർവ്. ഉണർവെന്ന് പറയുന്നത് ഞാൻ എന്നെ കാണുന്നതാ, ഞാൻ എന്നെ തിരുത്തുന്നതാ. ഒരു ഉണർവുണ്ടാകുമ്പോൾ, ഞാനൊരു ദർശനം കാണുമ്പോൾ, ഞാനൊരു ആലോചന പ്രാപിക്കുമ്പോൾ, ഞാൻ കർത്താവിൻ്റെ ദർശനം കാണുമ്പോൾ എൻ്റെ അകത്തേക്ക് ഞാൻ ആരാണെന്ന ബോധ്യം എനിക്കുണ്ടാകണം. അപ്പോൾ കൊടിൽ കൊണ്ട് തീക്കല്ലെടുത്ത് യെശയ്യാവിന്റെ നാവിനെ ശുദ്ധീകരിച്ചു. യെശയ്യാവ് ആരായിരുന്നു? യെശയ്യാവ് രാജകുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. അവൻ രാജാവിനോട് പ്രവചിക്കുമ്പോൾ അവൻ പറയുമായിരുന്നു, നീ ഇരിക്കുന്ന കസേരയിൽ എനിക്കിരിക്കാൻ കഴിയുന്ന രാജരക്തമായി എൻ്റെ രക്തം, എന്നാൽ ഞാൻ സുവിശേഷം നിമിത്തം ഞാൻ ഇങ്ങനെ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എങ്ങനെ യെശയ്യാവ് മരിച്ചത്? യെശയ്യാവ് എങ്ങനെ മരിച്ചേ? ഉപദേശിമാരെ കേട്ടോണം, പ്രത്യേകിച്ച് എല്ലാവരും കേട്ടോണം. യെശയ്യാവ് ഒരിക്കൽ ഹിസ്കിയാവ് മരിക്കാൻ തുടങ്ങിയപ്പം ഒരു ദൂത് പറഞ്ഞു, മരിച്ചു പോകുന്നു. വീണ്ടും ആത്മാവ് പറഞ്ഞു, ജീവിക്കുമെന്ന് പറയാൻ പറഞ്ഞു. 15 വർഷം ജീവിപ്പിച്ചു. ആ വർഷത്തിൽ മനുഷ്യ എന്ന് പറഞ്ഞ ഒരു മകനുണ്ടായി. ഇസ്രായേലിലെ ഏറ്റവും ദുഷ്ടനായ രാജാവുണ്ടായി. അവൻ വലിയ രാജാവായി തീർന്നപ്പോൾ, പ്രബലനായി തീർന്നപ്പോൾ യെശയ്യാവിനെ പിടിച്ചു, ഒരു മരത്തോട് ചേർത്ത് കെട്ടി അവൻ അറക്കവാളിന് അറുത്തു. പൗലോസ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, അറക്കവാള് കൊണ്ട് അറുത്ത യെശയ്യാവിനെ അവൻ രക്തസാക്ഷിയാക്കി അറുത്തു കൊന്നു. സുവിശേഷം ശുശ്രൂഷ അവസാനിച്ചോ? ഇല്ല. അന്ന് തന്നെ യിരെമ്യാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന്റെ കരങ്ങളിൽ ആശ്രയിച്ച ദൈവമക്കളെ, കർത്താവ് നമ്മെ വിളിച്ച വേലയ്ക്ക് ശക്തനായി നിൽക്കുമ്പോൾ പ്രതികൂലം വരും, രക്തസാക്ഷിയാകേണ്ടി വരും. പക്ഷേ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ അവസാനിക്കല്ല, മറ്റൊരു യിരെമ്യാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവിന് മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയുമ്പോൾ, ഒന്നാം അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് ശൗമേൽ അവനെ അഭിഷേകം ചെയ്തു. 8 മക്കളിൽ ഒരുത്തനെ അഭിഷേകം ചെയ്തു, 8ാമനെ അഭിഷേകം ചെയ്തു. ഒന്നാം അഭിഷേകത്തിനകത്ത് ഒരു പ്രത്യേകത, ഒന്നാം അഭിഷേകം കഷ്ടതയുടെ അഭിഷേകമാണ്. പ്രതികൂലത്തിൻ്റെ, പോരാട്ടത്തിൻ്റെ, നിന്ദയുടെ, ഭക്ഷണമില്ലാത്ത ഗുഹയ്ക്കകത്ത് പാർക്കുന്ന ഒരഭിഷേകമാണ്. ഈ അഭിഷേകം ആമേൻ പ്രാപിച്ച ദാവീദ് ഈ അഭിഷേകം പ്രാപിച്ചാലും ഭൂതത്തെ പുറത്താക്കാൻ പറ്റും. ശൗലിന് ദുരാത്മാവ് വന്നപ്പോൾ ദാവീദിനെ വരുത്തി, അവൻ കിന്നരം വായിച്ചു, അവൻ പ്രാർത്ഥിച്ചു, അവൻ്റെ ഭൂതം ഇറങ്ങി. ഉടനെ രാജാവ് പേഴ്സ് എടുത്തു. 2500 രൂപ കൊടുത്തെന്നാണോ? ആണോ? അല്ല, ശൂലം എവിടെ ഇരിക്കുന്നത് നോക്കി ഇവനെ ഭിത്തിയോട് ചേർത്ത് കൊല്ലാൻ. മനസ്സിലാകുന്നുണ്ടോ? നീ ഒരു അഭിഷേകം ചെയ്ത്, നീ ശുശ്രൂഷ ചെയ്ത് ഭൂതത്തെ പുറത്താക്കിയപ്പം ആമേൻ ഭൂതം ഇറങ്ങിക്കഴിഞ്ഞ അവൻ്റെ കണ്ണ് തുറന്നപ്പം ആമേൻ
ദാവീദിനെ എങ്ങനെ കൊല്ലാം എന്നാണ് അവൻ ചിന്തിച്ചത്. ഒന്നാം അഭിഷേകത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പ്രൈസലോ എങ്ങനെയാണോ? കേട്ടോ കേട്ടോ, ദേശത്ത് ദൈവം നിർത്തിയതാണ്. ശക്തമായി നിൽക്കണം. പ്രതികൂലമുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിച്ചു നിൽക്കണം. സഭയെ ദൈവം അനുഗ്രഹിക്കും. ഇതിനകത്ത് ചില പുതിയ കുടുംബങ്ങളെ എഴുതിപ്പിക്കും. ദേശത്തെ വേലയ്ക്കെതിരെ, ദേശത്തെ വേലയെ പരസ്യോലമാക്കാൻ പിശാച് പദ്ധതി ഒരുക്കി കെണിയൊരുക്കുമ്പം മതിൽ കെട്ടി പ്രാർത്ഥിക്കണം. നീ ഒരു അനുഗ്രഹമാണ്. നീ നിമിത്തമാണ് നിൻ്റെ കുടുംബം പോലും നിലനിന്നത്. നിൻ്റെ സഹിഷ്ണുതയും നിൻ്റെ പ്രാർത്ഥനയും ദേശത്തൊരു അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. പണമൊന്നും അല്ല കുടുംബം. ഞങ്ങളുടെ വീട്ടിൽ പണമില്ല, ഞങ്ങൾ വാടക വീട്ടിൽ ഇന്ന് താമസിക്കുമല്ലേ. ബാബുക്കുട്ടിക്ക് എനിക്ക് എത്ര വയസ്സുണ്ടെന്നറിയാമോ? എടോ, ഇത്രയും നാളായിട്ട് കിടക്കാടമില്ലെന്ന്, ഇന്നും വാടക വീട്ടിൽ നായരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാമെന്ന്. പ്രൈസലോ ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടെന്നേ. കാശ് കൊട്ടാരമല്ല ജീവിതം. വലിയ കാറില്ലെന്ന് വിചാരിച്ച ജീവിതമാണോ? സുവിശേഷം അറിയാം. നീ സ്വർഗത്തിൽ പോകും തീരുമാനിക്കേ. ഇവിടെ വീണ് എത്താൻ സന്തോഷം. ബാബുക്കുട്ടി ഉള്ളതുകൊണ്ട് ധൈര്യവും മഹിള ശവം കൊണ്ട് നാട്ടിൽ കൊടുത്തോളൂ. പ്രൈസലോ ഇന്ന് പകലിൽ യേശു ക്രിസ്തുവിനെ എഴുന്നേൽക്കണം. രക്തസാക്ഷിയാകേണ്ടി വന്നാലും, ജീവിതത്തിൽ ഒന്നും ഇല്ലെങ്കിലും, ഒന്നും നേടാൻ കഴിയില്ലെങ്കിലും, സമ്പന്നനായില്ലെങ്കിലും, അവൻ ദൈവസന്നിധിയിൽ അവൻ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പലരും വിരൽ ചൂണ്ടിയേക്കാം. പക്ഷേ ദൈവസന്നിധിക്ക് ബാബുക്കുട്ടി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വിളിക്കപ്പെട്ട ഒരു വിളിയുടെ മുമ്പിൽ ഇന്ന് പകൽ നിൽക്കുന്നത്. എന്നാൽ പ്രതികൂലം കൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ദൈവസഭ ഭരിക്കുകയും നയിക്കുകയും ചെയ്യാൻ. കരുതലോടെ വേണം. അവൻ വിശുദ്ധിയോടും വിശ്വസ്തയോടും നിൽക്കുന്ന മേഖലകളിൽ നിന്നാൽ ലോകത്തിൽ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. പാസ്റ്റർ പി ബി മാത്യു എവിടെയും നിൽക്കും. അവൻ വിവേചിച്ചു നോക്കിക്കൂ, വിരൽ ചൂണ്ടിക്കൂ. അവൻ എവിടെയും അന്വേഷിച്ചാലറിയാം. അവൻ ഇന്നൊരു പകലിലും നിങ്ങൾക്ക് എന്നെ വിവേചിക്കാൻ നിങ്ങളുടെ സഭയ്ക്കകത്ത് കൃപയുള്ളവൻ എഴുന്നേക്ക്. ഞാൻ കള്ളനാന്നെ പറഞ്ഞു. ഇന്ന് പകലിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തോട് നിൽക്കുമ്പോൾ ധൈര്യത്തോടെ ഉറച്ചു നിൽക്ക്. പ്രതികൂലത്തെക്കാണ്ട് പോ പിശാച് എന്ന് പറയാൻ നിനക്ക് കഴിയണം. യുവദാസനെ ശക്തമായി നിൽക്കുക. അവൻ അയർലൻഡിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവൻ 4ാമത്തെ സ്റ്റേജ് ക്യാൻസറിന്റെ കഴിഞ്ഞു എന്ന് പറഞ്ഞേനെ അവൻ ഷാർജയെ കൊണ്ടുവന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചവർക്ക് വിടുതലുണ്ടായെന്ന് അവർ പറയുന്നു. ഞാൻ പറഞ്ഞില്ല. അവർ പറഞ്ഞു എൻ്റെ ലങ്സ് ക്യാൻസറായി തകർന്ന് താകാൻ വർത്താനം പറയാൻ വയ്യായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേലൊരു തീയുടെ അഭിഷേകം വ്യാപരിച്ചു വന്നിട്ട് അവരുടെ ലങ്സിൻ്റെ ഇവിടുന്ന് എന്തോ എടുത്തു മാറ്റുന്നതോടെ വന്നു. അവർ വർത്താനം പറയാൻ തുടങ്ങി, അവർ അന്യഭാഷ പറയാൻ തുടങ്ങി, അവർ കൈയടിച്ച് ആരാധിച്ചു, അവർ താഴെ വീണ് നൃത്തം ചെയ്തു. അവൻ പറയുന്നു സൗഖ്യമായി. ഞാൻ പറഞ്ഞു അയർലൻഡിൽ പോയിട്ട് അവൻ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് അവൻ നിനക്ക് ക്യാൻസർ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പാസ്റ്ററെ നിങ്ങൾ പറയുന്ന പോലല്ല, ഞാൻ വിടുവിക്കപ്പെട്ടു. എൻ്റെ പേരും അവന് കിഡ്നി നഷ്ടപ്പെട്ടുവെങ്കിൽ ഇലന്തൂര് പത്തനംതിട്ടക്കാരനോട് പറയാം, ഇലന്തൂർ സണ്ണിയുടെ മകൻ ആമേൻ ഷൈജുവിനെ അവൻ അമൃതാനന്ദ ഹോസ്പിറ്റലിൽ മരിച്ചുപോയി അടക്കാൻ കൊണ്ടുപോകുന്ന ശവത്തോട് നോക്കിക്കൊണ്ട് അവൻ മരിച്ചുപോയുള്ളതെന്ന് പറഞ്ഞു. അപ്പം മസ്കറ്റിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് മകനെ അടക്കാൻ വന്നപ്പോൾ യേശുവിനെ നാമത്തിൽ സൗഖ്യമാകുമെന്ന് പറയാൻ ഈ പാവപ്പെട്ട ദൈവദാസനെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്നാൽ ഭൂതങ്ങൾ അവൻ ബന്ധനങ്ങളും വിട്ടുപോകും. അവൻ യഹോശാഫാത്തിന് വിരോധമായി വരുന്ന വെല്ലുവിളികളെ ശാസിക്കാൻ ദൈവത്തിന്റെ പൈതലെ മുട്ടുമടക്കിയാൽ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങും. അഭിഷേകത്തിന്റെ യുദ്ധമുണ്ട്, പ്രതികൂലമുണ്ട്. മാമൻ എന്തുകൊണ്ടാ സമയമില്ല. ഇവരുടെ ക്ലോക്ക് കറക്റ്റ് വാ. ഞങ്ങളുടെ ഒക്കെ 5 മിനിറ്റ്, ഞങ്ങളുടെ നാട്ടിൽ 5 മിനിറ്റ് പുറകോട്ട് ഒക്കെ ഇരിക്കും. ഞങ്ങളുടെ ഈ നാട്ടിൽ ഈ പെന്തിക്കോസുകാർക്ക് ഒരു കുഴപ്പമുണ്ട്. കുഴപ്പമല്ല, ഞങ്ങളുടെ നാട്ടിലെ ആട്ടോ. ഇവർ ഈ വരാനൊല്ലപ്പോൾ താമസിച്ചാലും പോകുമ്പോൾ കറക്റ്റ് പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ. ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം ഇവർ വരാനൊരല്പം താമസം ലേറ്റായി വന്നാലും ബ്ലോക്കാണെന്നോ എന്തെങ്കിലുമൊക്കെ ഇവർ പറയും. പക്ഷേ പോകും അത് കറക്റ്റ് പോകണം. അതുകൊണ്ട് ഞങ്ങൾ ഈ വരുന്നവർക്ക് കറക്റ്റ് പോകേണ്ട ആൾക്കാരുണ്ട്. ഞങ്ങൾ ഈ കറക്റ്റ് പിടിക്കണം. അതുകൊണ്ട് ഞാൻ 24 വർഷം ഒരു സഭയുടെ പാസ്റ്ററായിരുന്നു. 1000-ലധികം പേരെ സ്നാനപ്പെടുത്തി 141 കല്യാണം നടത്തിയിട്ടുണ്ട്. അവൻ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ചെങ്കടലിൽ ഇറങ്ങി സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. UAE 2005 20 വർഷത്തിന് മുമ്പ് സ്നാനപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ്. ഞാൻ രാവിലെ വൈകിട്ട് ബാഗ് എടുത്ത് നടക്കുന്നവനല്ല ഇവിടെ. മനസ്സിലാകുന്നുണ്ടോ? ബാബുക്കുട്ടി ഓർക്കുന്നുണ്ടോ അറിയത്തില്ല. ഞാൻ 20 വർഷത്തിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസലോ. ഞാൻ രാവിലെ അടുത്ത മാസം വരത്തില്ല. ഈ രാജ്യത്തെ ഈ സ്ഥലത്ത് ഈ എമിറേറ്റ്സിൽ ഒരു പാസ്റ്ററിനോട് പറഞ്ഞു 30 ദിവസത്തെ മീറ്റിംഗ് ഞാൻ തരാം.
30 സഭകളിൽ മീറ്റിംഗ് ഞാൻ ക്രമീകരിക്കാം. 1 മാസം കൂടെ മാറ്റി നിൽക്കാൻ പറഞ്ഞു, നിന്നില്ല. നാളെ രാവിലെ പോവും. സ്വർഗം ഏൽപ്പിക്കാതെ വരരുത്, സ്വർഗം ഏൽപ്പിക്കാതെ പോകല്ലേ, സ്വർഗം അയക്കാതെ പോകരുത്, സ്വർഗം പറയാതെ ചെയ്യരുത്. ചെയ്തിട്ട് അവൻ അടികിട്ടി അവൻ ലോകത്തിൽ വീണ് കിടക്കുന്ന ഈ ദൈവം പറയാതെ ചെയ്താൽ, ഇന്ന് പകലിൽ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് നേരെ വരുന്ന യുദ്ധങ്ങളെ കണ്ട് പേടിക്കല്ലേ. ഒരാത്മീയ യുദ്ധമുണ്ട്, പ്രതികൂലമുണ്ട്, പ്രതിസന്ധി കൊണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. ആമേൻ. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ ദൈവവൈതലെ തിരിച്ച് ആമേൻ ജീവിതത്തിൽ അഭിഷേകം കൊണ്ട് വരുമ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അഭിഷേകമായി വരുന്ന എല്ലാം പ്രതികൂലമായിരിക്കും. ആമേ അസ്ഥിയുടെ താഴ്വരയിലേക്ക് ആത്മാവാനെ നയിച്ചപ്പം എഗസ്കേൽ അസ്ഥിയുടെ താഴ്വരയിലേക്കാണ് കൊണ്ടുവന്നത് ആത്മാവ്. പ്രൈസലോ. ആത്മാവ് ചിലപ്പോൾ അങ്ങനെ ചെയ്യും. ദൈവകൃപയിൽ ആശ്രയിക്കുക. ദാവീദ് മല്ലനായിരിക്കുന്ന ഗോലിയാത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു. ചേട്ടന്മാരെ കാണാൻ ചെന്നേ. 1-ാം അഭിഷേകം പ്രാപിച്ച ദാവീദ് മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ കാണുമ്പോൾ അകത്ത് തീ കത്തി. പ്രൈസലോ. യഹോവയായ ദൈവത്തെ നിന്ദിക്കുന്ന കേട്ടിട്ട് അവൻ ചോദിച്ചു, ഇവനെ കൊന്നാൽ രാജാവ് എന്തോ കൊടുക്കുമെന്ന് ചോദിച്ചു. ഇതിങ്ങനെ ചോദിച്ചു ചേട്ടന്മാർ കേട്ടു. ചേട്ടന്മാർ വീട്ടിൽ കയറിപ്പോടെ അപ്പൻ്റെ ആടിനെ കാട്ടിലിട്ടച്ച് വന്നേക്കുക, ഇവിടെ എന്താ കിട്ടുമെന്ന് അറിയാൻ നിൽക്കുകയാണ് പോടെന്ന് പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞു, ഈ ഉപദേശി വന്നപ്പോൾ മുതൽ ദ്രവ്യാഗ്രഹത്തിൻ്റെ കാര്യമായി പറയുന്നേ. ഭയങ്കര ദ്രവ്യാഗ്രഹം വന്നപ്പം മുതൽ കാശിൻ്റെ കാര്യം എന്താ കിട്ടുമെന്നാണ് ചോദിക്കുന്നതെന്നാ. അങ്ങനെയല്ല. ദാവീദ് ഇത് ചോദിക്കാനൊരു കാരണമുണ്ട്. ഒരു സിവിലിന് ഒരിക്കലും പട്ടാള ക്യാമ്പിൽ ഇറങ്ങാൻ ഒക്കത്തില്ല ഡയറക്റ്റ്. ചിലർ പറഞ്ഞ ആത്മാവ് എന്നെ അങ്ങ് ചാടി ഇറക്കിച്ചെന്ന് പറഞ്ഞോണ്ട് രക്തസാക്ഷിയായി നമ്മൾ ഫ്ലക്സും വെച്ചോണ്ട് നടക്കുക. മനസ്സിലായില്ല. ആത്മാവ് ഒറിജിനൽ ആത്മാവാണെങ്കിൽ പട്ടാള ക്യാമ്പിനകത്തേക്ക് ചാടി കയറ്റത്തില്ല. അവർ ചോദിച്ച രാജസന്നിധിയിൽ വസ്തുത അറിഞ്ഞു. പട്ടാളത്തിൻ്റെ തലവൻ രാജാവാ. അവൻ്റെ അടുക്കൽ വസ്തുത ചെന്നു. അവനെ വിളിച്ചു ചോദിച്ചു, നിനക്ക് യുദ്ധം അറിയാമോ? ഇല്ല. എന്താ അറിയാം? ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ കൊല്ലാൻ വന്ന സിംഹത്തെ കരടി കീറിക്കളഞ്ഞൊരു അഭിഷേകമുണ്ട്. അവനെ പടയെങ്കി അണിയിച്ചു. വെറുതെ പോർക്കളത്തിൽ നീ പൊക്കോടാ പറയാൻ ഒക്കുമോ? ഒരു പട്ടാളക്കാരനെ ക്യാമ്പിൽ ഇറക്കുന്ന പട്ടാള വേഷം ധരിപ്പിച്ച അവനത് ശീലമില്ലാഞ്ഞോട് ഊരിക്കളഞ്ഞിട്ട് അവൻ തോട്ടിലേക്ക് ഇറങ്ങി. ഇല്ലേ? അവൻ ദൈവമക്കളെ ആത്മാവ് അതിൻ്റെ പ്രമാണപ്രകാരമേ വരത്തുള്ളൂ. ഇഷ്ടമുള്ള പോലെ ചാടി കയറുന്ന അല്ല ആത്മാവ്. അവൻ തോട്ടിലേക്ക് ഇറങ്ങി. എന്താ ചെയ്തു? മിനുസമുള്ള എല്ലാ കല്ലിനും മിനുസം ഉണ്ടെങ്കിലും അവൻ്റെ കവണ വെക്കാൻ കൊള്ളാവുന്ന കല്ലേ എടുക്കത്തുള്ളൂ. ആണ് എല്ലാം വെളുത്ത സാരിയാണെന്ന് പറഞ്ഞാലും, എല്ലാം വെള്ളയോട് പോന്നാലും, എല്ലാം ക്ലീൻ ഷേവാന്ന് പറഞ്ഞാലും മിനുസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കയറ്റി വെക്കത്തില്ല. ദാവീദിൻ്റെ കവണയിൽ ഇരിക്കാൻ പറ്റുന്ന എയ്യാൻ പറ്റുന്ന കല്ലേ വെക്കത്തുള്ളൂ എന്ന് ഓർമ്മ. എന്നിട്ട് അത് എന്ത് ചെയ്തു? മിനുസമുള്ള കല്ലെടുത്ത് സഞ്ചിയിലല്ല ഇട്ടത്, ഇടയ സഞ്ചിയിലായിട്ടെ. ഇടയൻ കർത്താവായ യേശുക്രിസ്തുവാണ്. സഞ്ചി സഭയാണ്. 5 കല്ലുകൾ അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ് എന്ന ഗണത്തിൽ അവൻ തൻ്റെ സഭയെ പണിതു വരുന്നു. അപ്പോസ്തലൻ എന്ന ഒരു കല്ലിനകത്ത് എല്ലാ കൃപാവരവും പാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോസ്തലന് പ്രവചിക്കാം, അപ്പോസ്തലന് പ്രസംഗിക്കാം, അപ്പോസ്തലന് സുവിശേഷം അറിയിക്കാം, അപ്പോസ്തലന് സഭ നടത്താം, അപ്പോസ്തലന് പഠിപ്പിക്കാം, അപ്പോസ്തലന് വീര്യപ്രവൃത്തി ചെയ്യാം. 5 കൃപാവരങ്ങളും പാക്ക് ചെയ്യപ്പെട്ട ഒരു കല്ലാണ് അപ്പോസ്തോലിക അധികാരം. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന് പ്രവചിക്കാനേ പറ്റത്തുള്ളൂ, സുവിശേഷം പറയാനേ പറ്റുള്ളൂ, ഇടയന് സഭ നടത്താനേ പറ്റുള്ളൂ, ഉപദേഷ്ടാവിന് പഠിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോസ്തലന് എല്ലാ കൃപാവരവും പാക്ക് ചെയ്യപ്പെട്ട അഭിഷേകത്തിന്റെ കല്ല്. ആ കല്ലിൽ ഒരെണ്ണം എടുത്ത് മലനായിരിക്കുന്ന ഗോലിയാത്തിനെ അവൻ എഴുതു. അവൻ ദൂരമായി മല്ലൻ മുന്നോട്ട് വീണോ പുറകോട്ട് വീണോ? മുന്നോട്ട് വീണു. അത് സമ്മതിച്ചല്ലോ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ശാസ്ത്രത്തിനകത്ത് തിരുനെറ്റിയിൽ കല്ലടിച്ചാൽ ഒരാളും മുന്നോട്ട് വീഴില്ല. പിന്നെ മല്ലൻ എങ്ങനെ വീണു? നീ യേശുക്രിസ്തുവിന് നിന്റെ കല്ലിന്റെ വലിപ്പമോ നിന്റെ കളറോ നോക്കിയല്ല, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞ് യഹോവയുടെ നാമത്തിലൂടെ നിൽക്കാൻ ദാവീദ് തീരുമാനിച്ചപ്പോൾ ദൂതൻ പുറകിൽ നടിച്ചു. ഈ ഭാഗത്ത് പൂശിയാൽ മതി, തീരും. ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ നീ നിന്നാൽ ദൂതൻ ബാക്കി ചെയ്യും. അവന്റെ മഹത്വം അവൻ വേറൊരുത്തരും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കും. 3 ശക്തികൾ ദൈവത്തിന്റെ ദാസനായ യഹോശാഫാത്തിന് വിരോധമായി വെല്ലുവിളി ഉയർത്തിയപ്പോൾ, പ്രതികൂലത്തിന് കൊടുങ്കാറ്റ് കൊണ്ടുവന്നപ്പോൾ പ്രാർത്ഥിക്കാൻ അവൻ ദൈവദാസൻ മുട്ടുമടക്കി. സമയം 1 മിനിറ്റോടുണ്ട്. ആ മിനിറ്റ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ സഭാമധ്യേ ഒരുവന്റെ മേൽ ആത്മാവ് വന്നു. തിരുവല്ലായിന്ന് ജോറ് കുട്ടിച്ചാൻ വന്നതല്ല, സഭയ്ക്കകത്ത് ആത്മാവിറങ്ങാൻ പ്രാപ്തനായ ഒരുത്തനുണ്ടായിരുന്നു. അവൻ്റെ പേര് ആസാഫിൻ്റെ 5-ാം തലമുറയാണ്.
അവൻ്റെ വല്യപ്പച്ചൻ 5 തലമുറയ്ക്ക് മുമ്പ് യേശുവിന് വേണ്ടി ജീവിച്ചാൽ അവൻ്റെ 5 തലമുറ കഴിഞ്ഞപ്പോൾ പെന്തിക്കോസിൽ ആത്മാവ് ഇറങ്ങിയപ്പം പ്രവചിക്കാൻ പറ്റുന്ന പ്രവചനാത്മാവ് ഇറങ്ങിയത് ആസാഫിൻ്റെ കൊച്ചുമക്കളില്ല. അവിടെ എഴുതിയിട്ടുണ്ട് 14-ാമത്തെ വാക്യം. വായിക്കേണ്ട സമയമില്ലല്ലോ, തീർന്നു. ആമേൻ. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ നിന്റെ തലമുറ 5 കഴിഞ്ഞാലും പെന്തക്കോസിൽ കൃപ ഇറങ്ങാൻ അഭിഷേകമുള്ള ഒന്ന് കാണും. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, യഹോശാഫാത്തെ, ഇസ്രായേൽ രാജാവേ, അലവ യഹൂദ രാജാവേ, യെരൂശലേം നിവാസികളെ, നിങ്ങൾ ഈ വലിയ സൈന്യത്തെ കണ്ട് പേടിക്കണ്ട, ഭ്രമിക്കുകയും വേണ്ട. നീ ദൈവസ്ഥനെ മുട്ടുമടക്കി കഴിഞ്ഞാൽ, നീ ദൈവസ്ഥനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ യുദ്ധം നിന്റേതല്ല, അവൻ ഏറ്റെടുക്കും. നിന്റെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നവും ഏത് പ്രതികൂലത്തിന് മുമ്പിലും ഏൽപ്പിച്ചു കൊടുത്താൽ മതി, യുദ്ധം കർത്താവ് ചെയ്തോളും. നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിയും എഴുന്നേൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, നമ്മൾ നിന്നാൽ മതി, യുദ്ധം കർത്താവ് ചെയ്യും. നാം ഉപവസിക്കാൻ തയ്യാറായാൽ മതി, നമ്മൾ ഏൽപ്പിക്കാൻ തയ്യാറായാൽ മതി. ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, അവൻ ആത്മാവ് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യും, നീ ശത്രുവിനെ കണ്ട് പേടിക്കരുത്, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, യുദ്ധം എൻ്റേതാ. ഇന്ന് പകൽ ഏൽപ്പിച്ച ജീവിതത്തിൽ എന്തെങ്കിലും ഒരു യുദ്ധത്തിൻ്റെ മുമ്പിൽ, പ്രതികൂലത്തിന് മുമ്പിൽ, പ്രതിസന്ധിയുടെ മുമ്പിൽ, പോരാട്ടത്തിന് മുമ്പിൽ, പോരിൻ്റെ മുമ്പിൽ നിങ്ങളായിരിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ നമുക്ക് ദൈവസ്ഥാനം ഏൽപ്പിക്കാം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനോട് വന്നിട്ടുണ്ട്, നമ്മെ വിടുവിക്കാൻ ഒരുത്തനോട് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ലൈനിൽ പുറകിരിക്കുന്ന സഹോദര, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ ലോകത്തിനൊരു അത്ഭുതമാകാൻ പോകുകയാണ്. നീ തലമുറയിലെ ഏലിയാവാകാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നീ ഈ ദിവസങ്ങളിൽ അഭിഷേകത്തോട് പ്രാർത്ഥിക്കണം. ആത്മാവ് നിർബന്ധിക്കൊണ്ട് സമയം പോയി. ആമേൻ. ദൈവാത്മാവ് പറയുന്നു, നീ ഒരു അത്ഭുതമായി തീരും. നിന്റെ മേൽ എൻ്റെ കൃപയുടെ മഹത്വം ഇറങ്ങി വരുന്നത് ജനം കാണത്തക്ക നിലയിൽ. ആമേൻ. ഹോരേ പർവ്വതത്തിൽ തീ ഇറങ്ങുന്നത് ജനത്തിന് കാണാമായിരുന്നു. ആമേൻ. മുൾപ്പറപ്പിൽ ഇറങ്ങിയ തീ കാണാൻ മോശ വന്നു. ആമേൻ. ഒരു തീ അവിടെ കാണാമായിരുന്നു. കാണാവുന്നൊരു അഭിഷേകം വെളിപ്പെടും.